അതേ ജയപതാക സ്വാമി കൃപപ്രദായ ഘോരകഥായ നഗരകാരിണി जय श्री कृष्ण चैतन्य श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय भक्तवृंद हरे कृष्ण चैतन्य चरितामृतम പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീലയുടെ 2ാം ഭാഗം 13ാമത്തെ അധ്യായം 97ാമത് ശ്ലോകം മുതലാണ് ആരംഭം. അപ്പൊ ഈ അധ്യായം ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമനമാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ജനിച്ച സമയം അതുപോലെ ആ ലക്ഷണങ്ങളും ഒക്കെയാണ് വിവരിക്കുന്നത്. അതായത് 1486 ഫൽഗുന മാസം, അതായത് ഫെബ്രുവരി മാർച്ച് പൗർണമി നാള് സന്ധ്യാനേരം ശുഭമുഹൂർത്തം. വിശദ വിവരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജനന സമയത്ത് ഗ്രഹങ്ങളുടെ നില കൊടുത്തിട്ടുണ്ട്. ഭക്തി സാംസരിച്ചിട്ടാറ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തില് ചൈതന്യ മഹാപ്രഭുവിന്റെ ജാതകം പഠിക്കുന്നത് നീലാംബര ചക്രവർത്തി ആണ്. അദ്ദേഹം ജാതകം നോക്കിയിട്ട് പറഞ്ഞു, മഹാ വ്യക്തിയുടെ ലക്ഷണമാണ്, ലക്ഷണങ്ങളും ഉണ്ട്. അപ്പോ ഈ മഹാവ്യക്തി ലോകം മോചിപ്പിക്കും എന്ന് പറയുന്നു. തുടർന്ന് വായിക്കാം. കൃഷ്ണമന്ത്രം ഉച്ചരിക്കുന്ന സമയമായിരുന്നു. ഇവൻ പറയുന്ന ഹിന്ദുക്കൾ പോലും പരിഹസിക്കൊണ്ട് പ്രസന്ന ഹൈലാദശ ജല സ്ഥാവര ജംഗമ ഹൈല ആനന്ദേ. ഈ അന്തരീക്ഷ 10 അതുപോലെ പരമമായി നദീഗിരി പൂർണ്ണചന്ദ്ര ഗൗരി വാഹരി ഹയോദയ പാടമൈലനാശ ത്രൈജഗതേ ഉല്ലാസം ജഗദഹരി ഹരിധരി ഹയാ. അപ്രകാരം തന്റെ അഹൈതുകമായ കാരുണ്യത്താൽ പൂർണ്ണചന്ദ്രനായ ഗൗരഹരി സൂര്യൻ ആദ്യം ദൃശ്യമാകുന്ന ഉദയഗിരിക്ക് സദൃശമായ നദിയിലെ അവർ ഉദയം പാവകമെങ്കിലും അന്ധകാരത്തെ തുരത്തുകയും ലോകങ്ങളെയും ഉല്ലാസിതമായി ഹരിധനിയാൽ മറ്റൊരുക്കൊള്ളുകയും ചെയ്തു. കാലേ വിജാലയാം പുതിയ അദ്വൈതമയാം ഹരിദാസേ ലനസംഗേ ഹുങ്കാര കീർത്തന ഗംഗേ കേരനാചേകേഹി. ആ സമയത്ത് അദ്വൈതാചാര്യർ ശാന്തിപുരത്തെ സ്വഭാവത്തിൽ ആനന്ദഭാവത്തിൽ നൃത്തം ചെയ്യുകയായിരുന്നു. അവിടുന്ന് ഹരിദാസ് താക്കൂറിനൊപ്പം നൃത്തം ഉച്ചത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ചെയ്തു. എന്നാൽ അവർ അങ്ങനെ നൃത്തം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. ഭാവാർത്ഥം, അദ്വൈതപ്രഭു ആ സമയത്ത് ശാന്തിപുരത്തുള്ള പ്രതിഗൃഹത്തിലായിരുന്നു എന്നറിയപ്പെടുന്നു. ഹരിദാസ് ഠാക്കൂർ അവിടുന്ന് കൂടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് യാദൃച്ഛികമായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭു ജനിച്ച ഉടനെ അവർ ഇരുവരും നൃത്തം ചെയ്തു തുടങ്ങി. ആ 2 വിശുദ്ധ വ്യക്തികൾ എന്തിനാണ് നൃത്തം ചെയ്യുന്നത് ശാന്തിപുരത്തുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഉപരാഗഹാസി ആപനാര മനോബലേ.
ചന്ദ്രഗ്രഹണം കണ്ട് അദ്വൈത പ്രഭുവും ഹരിദാസ് ഠാക്കൂറും ചിരിച്ചുകൊണ്ട് തൽക്ഷണം ഗംഗയുടെ തീരത്ത് പോവുകയും ആഹ്ലാദപൂർവ്വം നദി സ്നാനം ചെയ്യുകയും ചന്ദ്രഗ്രഹണത്തിന്റെ സന്ദർഭം പ്രയോജനപ്പെടുത്തി അദ്വൈതാചാര്യ തന്റെ മനോബലത്താൽ ബ്രാഹ്മണർക്ക് ഉയരത്തിൽ ദാനങ്ങൾ നൽകി. ഭാവാർത്ഥം: ചന്ദ്രഗ്രഹണത്തിന്റെയോ സൂര്യഗ്രഹണത്തിന്റെയോ സമയത്ത് ദരിദ്രർക്ക് കഴിയുന്നത്ര ദാനം നൽകുന്ന ഹിന്ദുക്കളിൽ ഒരു കീഴ്വഴക്കമാണ്. അതിനാൽ അദ്വൈതാചാരി ചന്ദ്രഗ്രഹണം പ്രയോജനപ്പെടുത്തി ബ്രാഹ്മണർക്ക് പലവിധത്തിലുള്ള ദാനങ്ങൾ നൽകി. കൃഷ്ണാവതാര സമയത്ത് വസുദേവർ ആ സന്ദർഭം പ്രയോജനപ്പെടുത്തി ബ്രാഹ്മണർക്ക് 10,000 പശുക്കളെ ദാനം ചെയ്യുകയുണ്ടായെന്ന് ശ്രീമദ് ഭാഗവത്തിൽ 10:3-11 പറയുന്നു. ഒരു കുട്ടിക്ക്, പ്രത്യേകിച്ചും ആൺകുട്ടിക്ക് ജനന സമയത്ത് കുട്ടിയുടെ മാതാപിതാക്കൾ സന്തോഷപൂർവ്വം ദാനം നൽകുന്നത് ഹിന്ദുക്കളിൽ പതിവാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ജനനം ചന്ദ്രഗ്രഹണ സമയത്തായിരുന്നതിനാൽ ദാനം നൽകാൻ അദ്വൈതാചാര്യന് അതീവ താല്പര്യമുണ്ടായിരുന്നു. അവിടെ നിന്ന് വിധത്തിൽ ദാനമായിരുന്നത് ജനങ്ങൾക്ക് ആയിരുന്നില്ല. ചന്ദ്രഗ്രഹണം മൂലത്തിൽ ചൈതന്യ ഭാവം ജന്മമെടുത്തതിന്റെ ആഹ്ലാദം അങ്ങനെ ചെയ്തത്. ഭഗവാൻ ഈ അവസരത്തിൽ അദ്വൈതാചാര്യരും ദാനം ചെയ്തു. കാരണം ചന്ദ്രഗ്രഹണ സമയമായിരുന്നു. അപ്പൊ ആ സമയത്തും സാധാരണ ഹിന്ദുക്കിടയില് ഒരു കീഴ്വഴക്കമാണ് ദാനം കൊടുക്കുക, അല്ലെങ്കിൽ തീർത്ഥ നദികളിൽ സ്നാനം ചെയ്യുക, ഭഗവാന്റെ നാമം ഉരുവിടുക എന്നുള്ളത്. ജഗത് ആനന്ദമയ ദേഖി മനോ സവിസ്മയ താരേ താരേ കഹേ ഹരിദാസ തുമാര ഐശന രംഗേ മോര മനാ പരം പരസന്നാം ഏകീപിച്ചു കാര്യ ആച്ഛദാസം. ലോകം മുഴുവൻ ആഹ്ലാദത്തിലാണെന്ന് കണ്ട ഹരിദാസ് ഠാക്കൂറും വിസ്മിതനായി അദ്വൈതാചാര്യരുടെ പ്രത്യക്ഷവും പരോക്ഷവുമായി ഇപ്രകാരം പറഞ്ഞു: അങ്ങയുടെ നൃത്തവും ദാനവും എന്നെ സന്തോഷിപ്പിക്കുന്നു. ഈ പ്രവൃത്തികൾക്ക് പിന്നിൽ എന്തോ പ്രത്യേക ലക്ഷണമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആചാര്യരത്ന ശ്രീവാസ ഹൈരാമന സുല്ലോ സുഗോല്ലാസ യായി സ്നാന കൈലാഗംഗാജലെ ആനന്ദ വിഫലമന കരി ഹരിസങ്കീർത്തനാദാന കൈലമനോബലെ. ആചാര്യത്വൻ ചന്ദ്രശേഖർ ശ്രീവാസ് ഠാക്കൂർ സന്തോഷാധിക്യത്താൽ വിഫലത കൊണ്ടു. ഉടനെ തന്നെ അവർ കുളിക്കുവാനായി ഗംഗയിലേക്ക് പോയി. ആനന്ദം അലതല്ലുന്ന മനസ്സോടുകൂടി അവർ ഹരിനാമ സങ്കീർത്തനം ചെയ്യുകയും മനോബലത്താൽ ദാനം ചെയ്യുകയും ചെയ്തു. ദേശസ്ഥിതി താഹാൻ താഹാൻ ദാന മനോബലെ കരേ സങ്കീർത്തനം ആനന്ദ വിഫലമന ദാനക്കരേ ഗ്രഹേണ ചലേ. നാടുതോറും നഗരം തോറും ജീവിച്ചിരുന്ന ഭക്തന്മാർ നൃത്തമാടുകയും സങ്കീർത്തനം ചെയ്യുകയും മനോബലത്താൽ ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്തു. ചന്ദ്രഗ്രഹണത്തിന്റെ പേരിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളങ്ങൾ ആനന്ദത്തിൽ മുഴുകി. ബ്രാഹ്മണ സജ്ജനാരി നാനദഗ്യേ ദാരി ഹരി ആയില സഭേദുലൈല ഏന കാഞ്ചാസോണാദിതി ഏകീ ബാലകേരമൂർത്തി ആശീർവാദ കരേ സുഖപാനാം. ബ്രാഹ്മണരും സജ്ജനങ്ങളും സ്ത്രീകളും സമ്മാനങ്ങൾ നിറഞ്ഞ പാത്രങ്ങൾ വഹിച്ചു കൊണ്ടുവന്നു. തിളങ്ങുന്ന സ്വർണ്ണപ്രഭയോടുകൂടി നവജാത ശിശുവിനെ ദർശിച്ച് എല്ലാവരും സന്തോഷപൂർവ്വം അവരെ അനുഗ്രഹങ്ങൾ അർപ്പിച്ചു. അപ്പോ ചൈതന്യമാപ്പുവിന്റെ ജനന സമയം വളരെ വളരെ മംഗള മുഹൂർത്തമായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ഒന്ന് ചന്ദ്രഗ്രഹണ സമയം, കൂടാതെ ജനങ്ങളെല്ലാം ഭഗവാനെ ജപിച്ചു ആ ഭഗവാൻ ജനനം കാണാനായിട്ട് എല്ലാ ദേവന്മാരും ബ്രഹ്മാവുൾപ്പെടെ ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്നതായിട്ട് അവരെല്ലാം
വളരെ സന്തോഷത്തില് ആയി വാസികളും ആനന്ദ നൃത്തമാടി പറയും. ഇതെല്ലാം ഒരു മംഗള മുഹൂർത്തത്തിന്റെ സാവിത്രി, ഗൗരി, സരസ്വതി, സച്ചീരംബ, അരുന്ധതി, ആരേത, ദേവി, നാരീഗണ, ജ്ഞാനദ്രവ്യേ പാത്രപരി, ബ്രാഹ്മണീരവേഷധരി, ആസി സവേ ഹരേ ദർശനാഹ. സാവിത്രി, ഗൗരി, സരസ്വതി, സച്ചി, അരുന്ധതി തുടങ്ങിയ ദേവസ്ത്രീകളെല്ലാം സ്വർഗത്തിലെ നർത്തികളായ രംഭയോടൊപ്പം ബ്രാഹ്മണ ഭക്തന്മാരുടെ വേഷം ധരിച്ച് നാനാതരം ഉപഹാരങ്ങളുമായി അവിടെ എത്തി. അപ്പോ അവിടെ നോക്കിയിരുന്നവർക്ക് ഇത് ഭഗവാനാണ്, ദേവന്മാരാണെന്നും അറിയില്ല. പക്ഷെ അതിൽ നോക്കുമ്പോൾ ബ്രാഹ്മണന്റെ ഭക്തന്മാരുടെ സ്ത്രീകൾ അവന് ആദരണീയ രാമന്റെ ഭക്തിമായിരുന്നു. പോലെ ദേവതകളും നവജാതരും സാധാരണ ജനങ്ങൾ അവരെ അയൽവാസികളായ ബ്രാഹ്മണ സ്ത്രീകളായി കണ്ടു. പക്ഷെ അവരെല്ലാം വേഷം മാറിയ ദേവതകളായി. പക്ഷെ എല്ലാവരും അവർ ദർശനം പെടുത്തും. പക്ഷെ ഇത് ബ്രഹ്മാവാണ്, ശിവനാണ്, അല്ലെങ്കിൽ ദേവന്മാരാണെന്ന് ഇവിടെയുള്ള അയൽവാസികൾ അറിഞ്ഞുകൊടുത്തു. ആകാശമാർഗത്തിൽ വന്നു നിന്ന് ഗന്ധർവ യുദ്ധ ചരണാദികളെ എല്ലാ ദേവന്മാരും അവരുടെ പ്രാർത്ഥന നടത്തുകയും സംഗീത വാദ്യങ്ങളുടെ അകമ്പടിയോട് സ്വീകരിച്ചു. അതുപോലെ അവരുടെ നർത്തകരും സംഗീതജ്ഞരും വരദാനരും ഒത്തുചേർന്ന് ആഹ്ലാദത്തെ നൃത്തമാടി. ഭാവാർത്ഥം: സ്വർഗങ്ങളിലെ ഗീതവും നൃത്തവും അവതരിക്കുന്നതുപോലെ അനുഗ്രഹവും ചൊല്ലിയലും ഉപജീവന മാർഗമാക്കിയവർ ഭാരതത്തിൽ ഇപ്പോഴുമുണ്ട്. അവരെല്ലാം ദിവസജീവിതവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക്, പ്രത്യേകിച്ചും വിവാഹത്തിനും ജന്മദിനാഘോഷങ്ങൾക്കും ഒത്തുചേരും. അത്തരം സന്ദർഭങ്ങളിൽ ഹിന്ദുഭവനിൽ നിന്ന് ദാനം സ്വീകരിച്ചാണ് അവർ ഉപജീവനം നടത്തുന്നത്. ഷണ്ടന്മാരും ദാനം സ്വീകരിക്കാൻ അത്തരം ചടങ്ങുകൾ പ്രയോജനപ്പെടുത്താറുണ്ട്. അതാണ് അവരുടെ ജീവിത മാർഗം. അത്തരം ആളുകൾ ഒരിക്കലും സേവന വൃത്തിയിൽ ഏർപ്പെടുകയോ കൃഷി, വ്യാപാരം തൊഴിലായി സ്വീകരിക്കുകയോ ചെയ്യില്ല. അവർ ഉപജീവനത്തിനായി യാതൊരു മടിയും വിഷമവും ഇല്ലാതെ അയൽവാസികളായ സുഹൃത്തുക്കളിൽ നിന്ന് ദാനം സ്വീകരിക്കുന്നു. വേദശാസ്ത്രങ്ങൾ അനുസരിച്ച് കവിതകൾ ചിട്ടപ്പെടുത്തി അത്തരം ചടങ്ങുകൾ അനുഗ്രഹങ്ങൾ ചെയ്യുന്നവരാണ് പാട്ടന്മാർ. ഇവർ ബ്രാഹ്മണന്റെ ഒരു വിഭാഗമാണ്. ഇപ്പോ ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ, സംഗീത ഉപകരണങ്ങൾ, അതായത് വാദ്യഘോഷങ്ങൾ ചെയ്ത് അമ്പലങ്ങളിൽ പോയി ജീവിക്കുന്നവരുണ്ട്. അതുപോലെ പ്രധാന ചടങ്ങുകളിൽ. പക്ഷെ ഇവർക്കൊന്നും വേറെ വരുമാനമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുക അവർക്ക് കിട്ടുന്ന ദക്ഷിണ കൊണ്ടാണ് അവര് ജീവിച്ചിരുന്നത്. അപ്പൊ അത് അന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായി. ഇവൻ ഷണ്ടന്മാര്, അതായത് ഷണ്ടന്മാർ ഉൾപ്പെടെ, ഇവൻ കേരളത്തിൽ നമ്മളത് കണ്ടിട്ടില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം അവരെ വിളിച്ച് ദാനം ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട വസ്ത്രം, ദക്ഷിണയൊക്കെ കൊടുക്കാറുണ്ട്. ഇവിടെ പറയുന്നത് അതിലും ആർക്കും മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ദുഃഖവും മാറുകയും ഞങ്ങളെല്ലാം ആഹ്ലാദം മാറിത്തള്ളനായി. പലരും ഇപ്പൊ അവർക്ക് പരിചയമില്ലാത്തതാണ്. പക്ഷെ അവർ തമ്മിൽ ചോദിച്ചതുമില്ല. ഇപ്പോ ഭഗവാൻ വരുമ്പോ എല്ലാ ദേവന്മാരും ഇവിടെ പ്രത്യക്ഷമാവും. കാരണം ദർശനം എടുക്കാൻ. പക്ഷെ അവര്
വേറെ ഏതെങ്കിലും വേഷപ്രച്ഛന്നരായിരിക്കും വന്ന് ഭഗവാനെ ദർശനമെടുക്കുക. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ശ്രീകാന്റെ കര സാവധാന കരായില ജാതകർമ്മ യേ ആയിഷ തബേ മിശ്രകരെ നാദാന. അപ്പൊ ചന്ദ്രശേഖരാചാര്യൻ ശ്രീവാസ് ഠാക്കൂർ ഭവനത്തെയും പലവരും അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ജനമയത്ത് നിർവഹിക്കേണ്ട ആചാര ചടൽ അപ്പൊ അങ്ങോട്ട് കൂടി ഇങ്ങോട്ട് സ്വീകരിക്കൊക്കെ ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ഇപ്പൊ പ്രഭുപാദിൽ പറയുന്നത് ഇന്നത്തെ കാലത്ത് സമയത്ത് നമ്മൾ ഇവിടെ പറയുന്നതാണ് കഴിയും. അതോടുകൂടി അവിടെ കഴിയും. അപ്പൊ ഇത് നമ്മുടെ വൈദിക സംസ്കാരമാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ബ്രാഹ്മണനെ വിളിക്കുക, അവർക്ക് ദാനം കൊടുക്കുക, പശുക്കളെ ദാനം ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇന്ന് കാലം മാറിപ്പോയി. ഈ സംസ്കാരത്തെ കുറിച്ച് അവർക്ക് കേട്ടറിവ് പോലും ഇല്ല. തലമുറകൾ മാറിപ്പോയി. യാതുക പൈലായതാകരെ വാചിലകഥ സഭാധന വിപ്രേതിലാദാന യഥാ നർത്തകാഗന ഭട്ട കിഞ്ചന ജന ധനതീയ കൈല സഭാരമാന. യുഗതാമിഷ തനിക്ക് സമ്മാനങ്ങളായി ജപിച്ചതും ഭവനത്തിലുണ്ടായിരുന്നതുമായ സമ്പത്ത് മുഴുവനും ബ്രാഹ്മണർക്കും ഗായർക്കും നർത്തകർക്കും പാട്ടന്മാർക്കും പാവപ്പെട്ടവർക്കും വിതരണം ചെയ്തു. അത് അവർക്ക് ദാനം നൽകി അവരെ ആദരിച്ചു. അപ്പോ ജഗന്നാഥ മിശ്രയ്ക്ക് ഓരോരുത്തർക്ക് കൊടുത്ത പ്രമാണങ്ങളെല്ലാം തിരിച്ചത് ബ്രാഹ്മണർക്ക് വീണ്ടും അത് ദാനം ചെയ്തു. ശിവാസേന ബ്രാഹ്മണി നാമ താണ്ഡേ മാലിനി ആചാര്യരത്നര പത്നിസംഗേ സിന്ദൂര ഹരിദ്ര കൈല കലി കലാനാരികല പിയാപൂജെ നാരിഗണ രംഗേ. ശ്രീവാസ് താക്കൂറിന്റെ പത്നി മാലിനി ചന്ദ്രശേഖരാചാര്യന്റെ പത്നിയുടെയും മറ്റു സ്ത്രീകളുടെയും അകമ്പടി പോലെ കുട്ടിയെ ആരാധിക്കാൻ സിന്ദൂരം, മഞ്ഞൾ, എണ്ണ, മലർ, വാഴപ്പഴം, നാളികേരം തുടങ്ങിയുമായി അവിടെ വന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ചടങ്ങ്. സിന്ദൂരം, അതായത് മലർ, വാഴപ്പഴം, നാളികേരം, മഞ്ഞൾ ചേർത്ത എണ്ണ, ഇവയെല്ലാം അത്തരമൊരു ചടങ്ങിന് മംഗളകരമായ സമ്മാനങ്ങളാണ്. പൊരി പോലെ നെല്ലിൽ ഉണ്ടാക്കുന്ന മറ്റൊരു വിഭവമാണ് കൈ അഥവാ മലർ എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഉള്ളതാണ്. ഇതിനോടൊപ്പം വാഴപ്പഴം ചേർത്താൽ അത് മംഗളകരമായ ഒരു സമ്മാനമായി കഴിയും. അതാണ് പൊരിയും മലറും പിന്നെ മലരും പഴവും ഒക്കെ വെക്കുന്നതിന്റെ കാരണം. അതുപോലെ മഞ്ഞളും കുങ്കുമവും ചേർത്ത് എണ്ണ കൊണ്ട് മംഗളകരമായ ലേപനം തയ്യാറാക്കുന്നു. ഇത് നവജാത ശിശുവിന്റെ ശരീരത്തിൽ പുരട്ടുന്നു. വിവാഹിതനാകാൻ പോകുന്ന വ്യക്തിയുടെ ശരീരത്തിലും ഇത് പുരട്ടാറുണ്ട്. ഇവയെല്ലാം കുടുംബ വിശേഷങ്ങളിലുള്ള മംഗളപ്രവൃത്തികളാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ജനന സമയത്തിൽ ഈ ആചാരങ്ങളെല്ലാം ഭയമില്ലാതെ അനുഷ്ഠിച്ചതായി കാണാം. പക്ഷെ ഇന്ന് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ വളരെ കഷ്ടിച്ചേ കാണാറുള്ളൂ. ശരിയല്ലേ? ഇന്ന് പേരിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ കാരണങ്ങൾ അറിയില്ല പലർക്കും. ഇന്ന് സാധാരണ ഗർഭിണി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. കുട്ടി ജനിച്ചാലും അതിനെ ഏതെങ്കിലും അണുനാശിനി കൊണ്ട് കഴുകുന്നതോടെ എല്ലാം പറയുന്ന അദ്വൈതാചാര്യ ഭാര്യ ജഗപൂജിതാര്യ നാമകാന്ഡ സീതാ ഠാകുറാണി ആചാര്യരാജ്ഞപന ഉപഹാരയ വ്യക്തിതേ ബാലകശിശിയോമണി. ചൈതന്യ മഹാപ്രഭു ജനിച്ചു കുറച്ചു നാൾക്കുള്ളിൽ അദ്വൈതാചാര്യന്റെ പത്നിയും ലോകസമാരാധ്യവുമായ സീതാദേവി ഭർത്താവിന്റെ അനുവാദം വാങ്ങി നാനാവിധത്തിലുള്ള ഉപഹാരങ്ങളുമായി ലോകത്തനായ ആ ശിശുവിനെ ദർശിക്കാൻ പുറപ്പെട്ടു. അദ്വൈതാചാര്യന് ശാന്തിപുരത്തും നവതിയിലുമായി 2 ഭവനങ്ങളുണ്ട്. അപ്പൊ അദ്വൈതാചാര്യന് ശാന്തിപൂറാണ് അതിന്റെ സ്ഥലം. പക്ഷെ ശാന്തിപൂരിലും നവദ്വീപിലുമായി 2 ഭവനങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ജനിക്കുന്ന സമയത്ത്
അദ്വൈതാചാര്യൻ നവദ്വീപിലല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്, മറിച്ച് ശാന്തിപുരത്തിലായിരുന്നു. അതിനാൽ മുമ്പ് വിശദീകരിച്ചതുപോലെ ശ്ലോകം 99 അദ്വൈതാചാര്യന്റെ ശാന്തിപുരത്തുള്ള പഴയ പിതൃഭവനത്തിൽ നിന്നാണ് നവജാത ശിശുവിനെ കാണാൻ സമ്മാനങ്ങളുമായി സീതാതാക്കരൻ വന്നത്. സുവർണകടി ഗൗലി രജതമുദ്ര പാശൂരി സുവർണേര അന്തര കങ്കണ സ്വർണമുഖനാനാഹാരഗണ. അവൾ കൈവളകളും തോൾവളകളും പാദസരങ്ങളും ഖണ്ഡാഭരണങ്ങളും ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ കൊണ്ടുവന്നു. വ്യാക്രണക ഹേമാജടി കടി പട്ടസൂത്രദോരി ഹസ്തപതേര യഥ ആഭരണ ചിത്രവർണ്ണ പട്ടസാടി ധുനി കോട്ടോദോ പട്ടസാടി സ്വർണ ദൗത്യമുദ്ര ബഹുധന. അവയോടൊപ്പം സ്വർണ്ണ നിറത്തിലുള്ള പുലിനകങ്ങളും പട്ടുനകങ്ങളും കൊണ്ടുള്ള അരപ്പട്ടകളും കൈകാലികളും അണിയാനുള്ള ആഭരണങ്ങളും മനോഹരിതമായി നെയ്ത പട്ടുസാരികളും കുഞ്ഞുടുപ്പുകളും അവയിൽ ഉണ്ടായിരുന്നു. സ്വർണം, വെള്ളി ഇവ കൊണ്ടുള്ള നാണയങ്ങളും ഉൾപ്പെടെ മറ്റനേകം വിലപിടിപ്പുള്ള വസ്തുക്കളും കുട്ടിക്ക് സമ്മാനിച്ചു. ഭാവാർത്ഥത്തില് പൂജാരി പറഞ്ഞു, സീതാ താക്കൂറിന് സമ്മാനിച്ച ഉപഹാരങ്ങളിൽ നിന്ന് അദ്വൈതാചാര്യൻ ആ സമയത്ത് വലിയ ധനികനായിരുന്നതായി മനസ്സിലാകുന്നു. അല്ലെങ്കിൽ ഇത്രയും സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. ബ്രാഹ്മണർ സമൂഹത്തിലെ സമ്പന്നരല്ലെങ്കിലും അദ്വൈതാചാര്യ ശാന്തിപുരത്തെ ബ്രാഹ്മണന്റെ നായകനെന്ന നിലയിൽ താരതമ്യേന സമ്പന്നനായിരുന്നു. അതുകൊണ്ട് ശിശുവായിരുന്ന ചൈതന്യ മഹാപ്രഭുവിന് അവിടെ ധാരാളം മഹാപത്രങ്ങൾ സമ്മാനിച്ചു. പക്ഷേ അദ്വൈതാചാര്യൻ 300 രൂപയുടെ പണത്തിലാണെന്ന് കാണിച്ച് കമലാകാന്ത വിശ്വാസൻ ജഗന്നാഥപുരി രാജാവായ പ്രതാപത്തിന് അത്രയും പണത്തിന് വേണ്ടി അഭ്യർത്ഥന നടത്തുകയുണ്ടായി. നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. ധാരാളം വിലപ്പെട്ട ആഭരണങ്ങളും സാരികളും മറ്റും സമ്മാനിച്ച ഒരു ധനികന് 300 രൂപയുടെ കടം തിരിച്ചു നൽകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് അന്ന് രൂപയുടെ മൂല്യം ഇന്നത്തേക്കാൾ പല ആയിരം ഇരട്ടിയായിരുന്നു. ഇന്ന് 300 രൂപയുടെ കടം വീട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ സാധാരണ മനുഷ്യന് തന്റെ സുഹൃത്തിന്റെ പുത്രന് സമ്മാനിക്കാൻ ഇത്രയും വിലപ്പെട്ട സമ്മാനങ്ങൾ സ്വരൂപിക്കാനും ഇന്ന് വിഷമമാണ്. പലരും സമ്മാനം കൊടുക്കണം എന്ന് വിചാരിച്ച് പലരും ഫംഗ്ഷനില് ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ ഒഴിവാക്കുന്നവരുമുണ്ട്. ഇന്നത്തെ കാലഘട്ടം അതാണ്, കലിയുഗം. അന്നത്തെ 300 രൂപയുടെ മൂല്യം ഏറെക്കുറെ ഇന്നത്തെ 30,000 രൂപയുടേതാണ് തുല്യമായിരുന്നിരിക്കണം. അപ്പോ ഇതൊരു വലിയ ചടങ്ങാണ്, ഒരു മംഗള ചടങ്ങാണ്. പക്ഷെ നമ്മളെന്നത് പേരിന് വേണ്ടി ചെയ്യുന്നു. പലരും കയ്യിൽ പൈസ ചെലവാണെന്ന് വിചാരിച്ച് പോയി തല കാണിച്ചിട്ട് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒഴിവാക്കുന്നവരുണ്ട്, അല്ലെ? ദുർവാ ധാന്യ ഗോചരണ ഹരിദ്ര കുങ്കുമ ചന്ദന മംഗളദ്രവ്യ പാത്ര ഭാര്യ വസ്ത്രഗുപ്ത ദോല ചടി സങ്കേലനാദാസി ചെടി വസ്താലങ്കായ സീതാ താക്കൂർ ദാസിമാരുടെ അമ്പടിയുടെ കുറുക്കപ്പുല്ല്, നെല്ല്, ഗോരോചനം, മഞ്ചൽ, കുങ്കുമം, ചന്ദനം തുടങ്ങിയ മംഗള വസ്തുക്കളുമായി വസ്ത്രങ്ങളാൽ ആച്ഛാദിതമായ പല്ലക്കിൽ ജഗന്നാഥ് മിശ്രയുടെ ഭവനത്തിലേക്ക് വന്നു. ഈ സമ്മാനങ്ങളെല്ലാം വലിയ കൂടയിലാണ് നിറച്ചിരുന്നത്. ഈ ശ്ലോകത്തിലെ വസ്ത്രഗുപ്ത തോല എന്ന വാക്ക് വളരെ പ്രസക്തമാണ്. 50-60 വർഷങ്ങൾക്ക് മുമ്പ് പോലും കൽക്കട്ടയിൽ ബഹുമാന്യരായ സ്ത്രീകൾ സമീപത്തുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ 4 പുരുഷന്മാർ ചേർന്ന് വഹിക്കുന്ന പല്ലക്കിലാണ് സവാരി ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് പുരുഷന്മാര് അവരെ പല്ലക്കിൽ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. പല്ലക്ക് മൃദുലമായ വസ്ത്രങ്ങളാൽ മറയ്ക്കുമായിരുന്നു. അതിനാൽ ബഹുമാന്യരായ സ്ത്രീ പൊതുസ്ഥലത്ത് കൂടി സഞ്ചരിക്കുന്നത് ആരുടെയും ദൃഷ്ടിപ്പെടുന്നില്ല. നേരിച്ച് ഓപ്പണായിട്ട് പല്ലക്കിലെടുത്തോണ്ട് പോവുകയല്ല, അത് കവർ ചെയ്യും. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ സിനിമയിലോ സീരിയലൊക്കെ കണ്ടിരിക്കുന്നത് പോലെ സ്ത്രീകൾ, പ്രത്യേകിച്ചും ബഹുമാന്യ കുടുംബങ്ങളിൽ നിന്നുള്ളവർ സാധാരണ പുരുഷന്മാരുടെ ദൃഷ്ടിപ്പെട്ടുകൂടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. അസൂര്യ പശ്യ എന്ന സംസ്കൃത വാക്ക് ബഹുമാന്യരായ സ്ത്രീ സൂര്യനാൽ പോലും കാണപ്പെടുന്നു സൂചിപ്പിക്കുന്നു. പൗരസ്ത്യ സംസ്കാരത്തിൽ ഈ സമ്പ്രദായം പ്രബലമായിരുന്നു.
ബഹുമാന്യരായ സ്ത്രീകൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ കർശനമായി പാലിച്ചിരുന്നു. ഇത് ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും പാലിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഇത് സ്ത്രീകൾ വായിക്കുമ്പോൾ ചിരിക്കും. അന്നത്തെ കാലത്ത് സ്ത്രീകളെല്ലാം മണ്ടന്മാരായിരുന്നു, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇന്നിപ്പോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിൽക്കുന്ന ഒരു കാലമുണ്ട്. പോണ്ടെന്ന് പറഞ്ഞാൽ ആ തലങ്ങൾ കൂടി ചിരിക്കാറുണ്ട്. നിങ്ങൾ കണ്ടറിഞ്ഞ അനുഭവമാണ്. ഈ സമ്പ്രദായം 500 വർഷങ്ങൾക്ക് മുമ്പ് പിന്തുടരുന്നു. അതുകൊണ്ട് സാമൂഹിക പശ്ചാത്തലത്തിലെ സാമ്പ്രദായിക നിയമങ്ങൾ പാലിച്ചിരുന്നു. ഇത് പ്രഭുപാദരുടെ അഭിപ്രായമാണ്. പ്രഭുപാദർ പറയുന്നത് പ്രഭുപാദരുടെ സമയത്തും ഏതെങ്കിലും വാഹനത്തിലോ വീട്ടിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ പലര് മാത്രം പോകില്ല. ഓപ്പണായിട്ട് നടന്ന് അർത്ഥനഗ്നിയായിട്ടൊന്നും പോകില്ല. ഇന്നത്തെ കാലത്ത് പോലെ. കാലം മാറിപ്പോയി. ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം അന്നും ഈ സംസ്കാരം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. 115 ഭക്ഷ്യഭോജ്യ ഉപഹാര സംഖ്യേ ലൈല ബഹുഭാര സജീഗൃഹേ ഹൈലാവനീത േക്കിലെ ബാല കഥാ സാക്ഷാത് വിവിധ ഭക്ഷണപത്രങ്ങളും വസ്ത്രങ്ങളും മറ്റ് സമ്മാനങ്ങളുമായി സജിദേവിയുടെ ഗൃഹത്തിലേക്ക് വന്ന ശ്രീ സീതാ താക്കൂറാണി നവജാത ശിശുവിനെ കണ്ടപ്പോൾ വിസ്മയിച്ചു പോയി. കാരണം ആ കുട്ടി വർണ്ണത്തിലൊഴിച്ചാൽ മറ്റെല്ലാറ്റിലും ഗോകുലത്തിലെ സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ് അവൾ തിരിച്ചറിഞ്ഞത്. അപ്പൊ നോക്കിയപ്പോ കൃഷ്ണന്റെ അതേ രൂപം കൃഷ്ണൻ തന്നെയാണെന്ന് സീതാ താക്കൂറാണിക്ക് മനസ്സിലായി. തോളിൽ വയ്ക്കുന്ന ഒരു ദണ്ഡിന്റെ രണ്ടറ്റങ്ങളിലും സമതുലിതാവസ്ഥയിൽ തൂങ്ങുന്ന 2 ജോഡി വലിയ കൂടകളെ പേടാരി എന്ന് പറയുന്നു. കണ്ടിരിക്കും. 2 നമ്മളിപ്പോ ഇപ്പൊ അത് ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മള് ചില രാമായണ മഹാഭാരത സീരിയലൊക്കെ കണ്ടിരിക്കും. തോളിൽ തൂക്കിയിട്ടിരിക്കുന്നു 2 കൂടകൾ അപ്പുറവും ഇപ്പുറവും. അതിലൊരു മുള വെച്ച് കെട്ടി. ഈ വിധത്തിൽ ഭാരം വഹിക്കുന്ന സമ്പ്രദായം ഭാരതത്തിൽ മറ്റു പൗരസ്ത്യ രാജ്യങ്ങളിൽ എപ്പോഴും വരുന്നുണ്ട്. ഇന്ത്യക്കാരിൽ പോലും ഞങ്ങൾ ഇവിടെ കാണാൻ ഇവിടെ കുട്ടിയുടെ ദിവ്യമായ ശാരീരിക തേജസ്സും ഓരോ അവയവവും മറ്റ് മനോഹരമായി നിർമ്മിക്കപ്പെട്ട മംഗളടയാളങ്ങൾ നിറഞ്ഞ ഒരു സ്വർണ്ണ പ്രതിമയ്ക്ക് സദൃശ്യമായ രൂപവും കണ്ട സീതാ താക്കൂറാണി അത്യന്തം സംതൃപ്തിയായി. മാതൃവാത്സല്യത്താൽ തന്റെ ഹൃദയം ഉരുകുന്നത് പോലെ അവൾക്ക് തോന്നി. കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് വായിച്ച് തീർത്തേക്കാം ഈ ചാപ്റ്റർ. അടുത്തത് 14-ാമത്തെ അധ്യായം. ഇവിടെ ദുർവാധാന്യതി ലീലാ കൈലബു ആശിഷേ ചിരഞ്ജീവി ഹവോ നിശാങ്കിനി ഹൈ സംഗാവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നവശിരത്തെയും എല്ലും വെച്ച് ജയിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലെയും
നെല്ല് സഹചാരികളാണ്. ഡാങ്കിനി ശാങ്കിനിയും പരമശിവന്റെയും പാർവതിയുടെയും സഹചാരികളാണ്. അമകാരികളായ ജന്തുക്കൾക്ക് ഒരു വേമരത്തിന്റെ സമീപം പോകാനാവില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്തായാലും വേപ്പ് ഒരു വലിയ അണുനാശാണ്, വൈദേശികമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ചൈതന്യമാവ് പിറന്നതും അവിടെയാണ്. അതും നിമായി എന്ന് വിളിക്കാനുള്ള ഒരു കാരണം, വീടായാൽ മുന്നിൽ ഒരു വേപ്പുമരം ഉണ്ടായിരിക്കുമെന്ന് പണ്ട് കാലത്ത് നിർബന്ധമായിരുന്നു. പഴയ വീടുകളിൽ പോയി കഴിഞ്ഞാൽ വേപ്പമരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ വീട്ടില് പണ്ട് പഴയ വീട്ടില് വേപ്പുണ്ടായിരുന്നു. ഭാരതത്തിൽ വലിയ വീതിയേറിയ പാതകൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, നൂറുകണക്കിന് നിമ്മാവൃക്ഷങ്ങളുണ്ട്. വേപ്പുമരം അത്രയ്ക്ക് അണുനാശിനിയായതിനാൽ ആയുർവേദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. ഇന്നിപ്പോ ആൾക്കാരെല്ലാം ഇത് മുറിച്ചു മാറ്റുമുണ്ടെങ്കിൽ അല്ലെ. ഇപ്പോ ശാസ്ത്രത്തിൽ ആയുർവേദ കുഷ്ഠരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കും. വൈദ്യശാസ്ത്രജ്ഞർ വേപ്പ് ആ സത്തയ്ക്ക് ആസിഡ് എന്നാണ്. ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ്. പല്ലെല്ലാം തേങ്ങി പെട്ടെന്ന് പോകും. ചൈതന്യ ഭഗവാൻ നിമാവൃക്ഷത്തിന്റെ ചൂനായതിനാലും സീതാപുര ഭഗവാന് നിമായി എന്ന നാമം നൽകി. പിന്നീട് യൗവനത്തിൽ അവിടുന്ന് നിമായി പണ്ഡിതൻ പ്രശസ്തനായി. അവിടുത്തെ യഥാർത്ഥ നാമം വിശംബനായിരുന്നെങ്കിലും അയൽ ഗ്രാമക്കാർ ആ പേരിലാണ് വിളിച്ചത്. ഇന്നും നമ്മൾ പോയി കഴിഞ്ഞാൽ, നവദ്വീപിൽ പോയി കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ജന്മസ്ഥലത്ത് ആ വേപ്പവൃക്ഷം ഇപ്പോഴും ഉണ്ട്. പുത്രമാതാ സാനദിലെ ദിലവസ്ത്രവിഭീഷണി പുത്രസഹ മുസേര സമ്മാനി സച്ചിമുസേര പൂജലന മനതേ ഹരിശാഹന കരയായിര സീതാ താക്കുറാണി. എന്തായാലും കൂടെ നിർത്താം. മാതാവും പുത്രനും പ്രസവ ഗൃഹം ചെയ്ത ദിവസം ഇപ്പോൾ സച്ചാദിനാലും ആദ്യപ്പെട്ട സന്തുഷ്ടമാവുകയും അവർ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഭാവാർത്ഥം: ഒരു കുട്ടി ജനിച്ചതിന്റെ 5-ാം ദിവസവും 9-ാം ദിവസവും മാതാവ് ഗംഗയിലോ മറ്റേതെങ്കിലും വിശുദ്ധ സ്ഥലത്തോ സ്നാനം ചെയ്യണം. ഇതിനെ നിഷ്ക്രാമണം അഥവാ പ്രസവഗൃഹത്തിൽ നിന്നും പുറത്തു വരുന്ന ചടങ്ങെന്ന് വിളിക്കുന്നു. ഇക്കാലത്ത് പ്രസവഗൃഹം രാഷ്ട്രീയമാണ്. കുട്ടി ജനിച്ചതിന്റെ 1-ാം ദിവസം നിഷ്ക്രാമണ ചടങ്ങായി മാതാവ് പട്ടിലെ മറ്റൊരിലേക്ക് വന്നു. പരിശുദ്ധീകരണ പ്രക്രിയകൾ ഒന്നാണ് നിഷ്ക്രാമം. ഇപ്പൊ പണ്ടുകാലത്ത് എല്ലാ വീടുകളിലും ഒരു പ്രത്യേക റൂം ഉണ്ടാവും പ്രസവം എന്ന് പറഞ്ഞിട്ട്. തനിയെ ഒരു സെക്യൂരിറ്റി ജനിക്കാൻ തലേന്ന ദിവസം മാതാവ് ശേഷം പോയി കുളിച്ച് ശുദ്ധീകരിച്ച് പിന്നെ അതിന് ശേഷം മറ്റുള്ള മുറികളിലേക്ക് പോകുന്ന ഒരു ചടങ്ങാണ്. മുമ്പ് പ്രത്യേകിച്ചും ബംഗാളിൽ ഉയർന്ന ജാതിക്കാർ കുട്ടിയുടെ ജനനത്തിന് ശേഷം 4 മാസം തീട്ട് ആചരിച്ചിരുന്നു. അതിവിടെയും നമ്മൾ ആചരിക്കാറുണ്ട്. 4 മാസത്തിന്റെ അവസാനം മാതാവിന് സൂര്യോദയം കാണാം. പിൽക്കാലത്ത് ഉയർന്ന ജാതിക്കാരും ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ഈ വിലക്ക് 21 ദിവസമാക്കി ചുരുക്കി. പിന്നീട് അത് ചുരുങ്ങി വന്നു. ശൂദ്രർക്ക് 30 ദിവസവും ആണ്. സമൂഹത്തിലെ കർത്തഭാജ സതീമ വിഭാഗങ്ങൾക്ക് വിലക്ക് കഴിഞ്ഞ ഉടൻ സങ്കീർത്തനത്താൽ ഹരിനുടമ എന്ന മധുരദ്രവ്യങ്ങളുടെ ചെറിയ കഷ്ണങ്ങൾ എറിയുന്നതോടെ കുട്ടിയുടെ മാതാവ് പരിശുദ്ധീകരിക്കപ്പെടും. സച്ചിദേവിയുടെയും ജഗന്നാഥയുടെയും ജീവകാത്മയാൽ നവജാത ശിശുവിനോടൊപ്പം ആദരിക്കപ്പെട്ടു. അതുപോലെ സീതാ താക്കുറാണി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ
സച്ചിദേവിയും ജഗദാംബശ്രീയും അവരെ ആദരിച്ചു. ബംഗാളിലെ അഭിജാത കുടുംബങ്ങളിലെ സമ്പ്രദായം അതാണ്. ഇപ്പോൾ ഇവിടെ നമ്മള് ചൈതന്യമഹാപ്രഭു ജനിച്ച സമയത്ത് ഇത്തരം ചടങ്ങുകളെല്ലാം നടന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അന്ന് കാലത്ത് ഇന്ന് നമ്മൾ പേരിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് കാലത്ത് ആ ഒരു സംസ്കാരം നിലനിന്നിരുന്നു. അത്രയും പക്വതയുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. അവർക്ക് അത് ചെയ്യുന്നതിന്റെ പർപ്പസ് അല്ലെങ്കിൽ ലക്ഷ്യത്തെക്കുറിച്ചും അറിയാമായിരുന്നു. ഇന്ന് നമ്മൾ ചടങ്ങ് എന്ന് പറയുന്നത് വെച്ചാൽ പേരിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായി അറിയപ്പെടുന്നു. കുട്ടി ആശുപത്രി ജനിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഒരു സമയം നേരിട്ടു എന്ന് പറയുന്നു. അത് കറക്റ്റ് ജനന സമയമായിരിക്കില്ല. അത് വാച്ചിലെ സമയം അല്ലെങ്കിൽ അവർ വന്ന് പറയുന്ന സമയമാണ് യഥാർത്ഥത്തെ ജനം. അപ്പൊ അതുകൊണ്ട് ജാതകം വെച്ച് അത് ചിലപ്പോൾ പ്രവചനം ചെയ്യുമ്പോഴും അത് ശരിയാവില്ല. ചിലപ്പോൾ നല്ലൊരു ജ്യോത്സ്യനാണെങ്കിലും പ്രവചനം തെറ്റിപ്പോകാറുണ്ട്. കാരണം ചിലപ്പോൾ സമയം തെറ്റായിരിക്കും അവർ കൊടുക്കുന്ന സമയം. ചിലർക്ക് അറിഞ്ഞും കൂടാ. പണ്ട് കാലത്തെല്ലാം ആൾക്കാര് മുതിർന്നവര് അവര് അപ്പോൾ തന്നെ ആ സമയം നോട്ട് ചെയ്തിടാറുണ്ട്. ഇവിടെ നമ്മൾ അമ്പലത്തിൽ പൂജ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അവർ പലർക്കും അവരുടെ ജന്മ സമയം അറിയില്ല, ചിലർക്ക് നക്ഷത്രം അറിയില്ല. അപ്പോ ഇതൊക്കെ നമ്മുടെ വൈദിക സംസ്കാരമാണ്. ചില ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് വാസ്തവം. പേരിന് വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. അപ്പോൾ കുറെ കാലം കഴിയുന്തോറും ഈ സംസ്കാരങ്ങളെല്ലാം നഷ്ടപ്പെടും. ആധുനിക യുഗമല്ലേ. അപ്പോ പലർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പോ നമുക്ക് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ ഉണ്ട്. കുട്ടി ജനിക്കുമ്പോൾ മുതൽ വരെയുള്ള ചാനൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ബുക്കിനെ ഉണ്ട്. നമുക്ക് ക്ലാസ് നടക്കുന്നുണ്ട്. ക്ലാസ്സിന് അത് ചെയ്യണം. ഇതൊക്കെ നമ്മളായ കാര്യങ്ങളാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോഴും അതിനോട് നമ്മൾ ഹരിനാമം കൂടി ചെയ്യും. കലിയത്തിൽ ധർമ്മമാണ് ഹരിനാമം ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഹരിനാമ സേവനം ചെയ്യും. ദാനം, അന്നദാനം, പ്രസാദീകരണം ചെയ്യുമ്പോൾ ചടങ്ങ് പൂർണ്ണവും ഉപാധിക്കുമ്പോഴും ആണ് എടുത്തത്. അവർ മനസ്സിലായും മാറും പ്രചാരം മാറും. അവർക്ക് ബിസിനസ്സുകാരനാകണം എന്ന് ആഗ്രഹിച്ചു വരുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ അവരുടെ ഭക്തനാകണം. ഈ സന്ദേശം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നു. ഇന്നത്തെ പാരൻസ് അങ്ങനെയല്ല. കുട്ടിയെ ലണ്ടനിലൊക്കെ പോവുക, പൈസ സമ്പാദിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കും അറിയാവുന്നതാണ്. കുട്ടി അത് ഫുൾ എല്ലാം എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഓക്കെ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. കൊണ്ട് വായിക്കും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആർക്കെന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ആർക്കെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഇതില്
ഈശോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ആരെല്ലാം പോയി, എന്തെല്ലാം അമ്മാനം ചെയ്തു, എന്തെല്ലാം ചടങ്ങുകളാണ് ഇത് എന്നുള്ളത്. ഇത് അധ്യായം ഇവിടെ പൂർണ്ണമില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ചൈതന്യമാതാവിന്റെ അടുത്ത. ഓക്കെ, ഹരേ കൃഷ്ണ. ഇവിടെ നിർത്താമോ? നമ്മൾ വായിക്കുന്നത് വായിച്ചു. മാതാജിയെ കാണാനില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. വാഞ്ചാങ്ങളുടെ ശുഭാസംഗേന ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു.